ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അപ്പയുടെയും അമ്മയുടെയും അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വല്യപ്പയുടെയും മോൻ്റെയും കൂടെ ഞങ്ങൾ എറണാകുളം പോകാൻ കേട്ടോ. ചോട്ടും ഞാനും നഞ്ചേച്ചി. ഞങ്ങൾ വെളുപ്പിനെ 3 മണി ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പം ഞങ്ങൾ കോട്ടയം എത്തിയിട്ടുണ്ട്. 6 മണി ആയതേ ഉള്ളൂ. നല്ല മഞ്ഞുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ പൊന്മുടി പോയതുപോലെയാണ് എനിക്ക് അത് ഫീൽ ചെയ്തത്. ഇടയ്ക്കപ്പ ചായ കുടിക്കാനൊക്കെ നിർത്തി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചിട്ടാണ് പിന്നീട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി. ചോട്ടൂനും നെഞ്ചത്ത് കാണി ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനേ പറ്റുന്നില്ല. എന്തോന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്വസ്ഥതയില്ല. ചോട്ടു നെഞ്ചത്ത് ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് ഇരിക്കാനേ സമ്മതിക്കില്ല. കളിക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ എല്ലാവരും ചായ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. വല്യപ്പം മതി. ഞാൻ വല്യപ്പേരത്ത് ഇരിക്കുമ്പോൾ ചോട്ടു ഞാൻ ഇരിക്കാനേ സമ്മതിക്കുന്നില്ല. ചോട്ടു ആണെങ്കിൽ ഞാൻ വല്യപ്പേരത്ത് ഇരിക്കുമ്പോൾ ചോട്ടു വല്യപ്പേരത്തേക്ക് വരാൻ വേണ്ടി എന്നെ അവൻ എഴുന്നേൽപ്പിച്ച് വിടുക. പിന്നെ എങ്ങനെയൊക്കെയോ ഫ്രണ്ടിൽ വല്യപ്പേരത്ത് അങ്ങ് ഇരുന്നു. ചോട്ടു ആണെങ്കിൽ എറണാകുളം വരെ അവിടെ അങ്ങാണ് ഇരുന്നത്. ചോട്ടുവിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്താൻ നോക്കിയിട്ട് പോലും ചില സമയത്ത് എനിക്ക് തോന്നും ചോട്ടു പാവാണ്, ചില സമയത്ത് എനിക്ക് തോന്നും ചോട്ടു വഴക്കാളിയാണ്. ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൻ്റെ അവിടെ എത്തി. ഞാൻ നിങ്ങളത് പറഞ്ഞില്ലല്ലേ, ഞങ്ങൾ പോകുന്നത് പീതാമ്മയെ വിളിക്കാനാട്ടോ. പിന്നെ ഇറങ്ങിയതല്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വാല് വരുന്നില്ലല്ലോ. ഞങ്ങൾ ശരവണം പപ്പനിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാനും മോനും ഗീ റോസ്റ്റാണ് കഴിച്ചത്. ചോട്ടു ഗീ റോസ്റ്റും കഴിച്ചു. അപ്പയുടെ അമ്മയുടെയും കയ്യിൽ നിന്ന് പൂരി മസാലയും കഴിച്ചു. ഞാൻ മോനെന്ന് പറഞ്ഞ ആരാന്നറിയോ? എൻ്റെ അപ്പയുടെ ഇളയ ബ്രദർ. വീട്ടിൽ എല്ലാവരും മോനെന്നാണ് വിളിക്കാറ്. അപ്പം ഞങ്ങളും മോനെന്ന് വിളിക്കും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറും. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. പ്രീതമ്മയെ ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പേ കുറച്ച് നേരത്തെയാണ് എത്തിയത്. പിന്നെ കുറേ നേരം ഞാൻ പ്രീതമ്മീനെ നോക്കി വെയിറ്റ് ചെയ്തു. പിന്നെ ഞാനും നഞ്ചേച്ചിയും ചോട്ടും കൂടി കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു. ഞാനിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഒരു കാഴ്ച കണ്ടത്. അപ്പോഴായിരുന്നു കുറേ എയർ ഹോസ്റ്റസ് പോണ കണ്ടത്. അവരുടെ പുറകിൽ പ്രീതമ്മയും ഉണ്ടായിരുന്നു. ഞാനായിരുന്നു ഫസ്റ്റ് പ്രീതമ്മയെ കണ്ടത്. നഞ്ചേച്ചിയും ഞാനും കൂടി അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. നഞ്ചേച്ചി വല്യപ്പയും എക്സൈറ്റഡ് ആയിരുന്നു പ്രീതമ്മ വരും. അങ്ങനെ ഞങ്ങളുടെ പ്രീതമ്മ ദേ വന്നിരിക്കുന്നു. പ്രീതമ്മയും പ്രീതമ്മയുടെ ഫ്രണ്ടും കൂടെയാണ് വന്നത്. ആൻറ്റിയുടെ ഫാമിലിയുടെ കൂടെ പോയി. പ്രീതമ്മിനെ ചോട്ടു ആദ്യമായിട്ടാണ് കാണുന്നത്. ചോട്ടു പ്രീതമ്മിയെ അടുത്തിട്ടൊന്നുമില്ല, പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അടുത്തു ചോട്ടു. ഇപ്പോഴാണെങ്കിൽ ചോറിന് പ്രീതമ്മയെ മാത്രം മതി, ഞങ്ങളെ ആരെയും വേണ്ട, അമ്മച്ചീനെയും വേണ്ട. പ്രീതമ്മ വന്നിട്ട് കുറേ നാളായി. ഞാൻ ഇന്നാണ് വീഡിയോ ഇടുന്നത്. എനിക്കും എന്താണെന്ന് വെച്ചാൽ എനിക്ക് മടിയായിരുന്നു. അപ്പം കാറൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ വീട്ടിലേക്ക് പോവാണ്. പ്രീതമ്മ വന്നപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും മാഷ്മെലോസ് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു കട്ട ഇരിക്കുന്ന പോലെയായിരുന്നു തോന്നിയത്. പക്ഷെ എനിക്ക് കുറേ സവറും ഉണ്ടായിരുന്നു. ഒരു ക്യാമലോ ഷീപ്പിൻ്റെ ഒരു ഷീപ്പിൻ്റെ ഷേപ്പായിരുന്നു അത്. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നെങ്കിലും എനിക്കത് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല, കടിക്കാനും പറ്റിയില്ല. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇത് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലമാണ് കേട്ടോ. അവിടെ കുറേ ഫുഡ്സ് ഉണ്ടായിരുന്നു, മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ കൂടെ കള്ളും കൂടി വന്നു. കള്ളുണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം കക്കയുണ്ടായിരുന്നു, കപ്പയുണ്ടായിരുന്നു, എനിക്കറിയാത്ത മീനുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. അതെല്ലാം നല്ല ടേസ്റ്റുള്ള സാധനങ്ങളായിരുന്നു. അപ്പം
കുടിച്ചിട്ട് ചോത്തുവിനും കുറച്ച് ടേസ്റ്റ് ഞാൻ കൊടുത്തായിരുന്നു. ചോത്താണെങ്കിൽ കയ്പൊന്ന് എന്തൊക്കെയോ ആക്ഷൻ ഇട്ടായിരുന്നു മുഖത്ത്. എനിക്ക് തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കൂലെന്ന്. ചോറിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല. ചോറിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ എനിക്ക് വേണ്ടെന്ന് പറയുന്ന പോലെ. ഞാൻ ഓർഡർ ചെയ്ത പൊറോട്ടയാണ്. അവിടെ ചോദ്യം സ്പെഷ്യൽ ആയിട്ടൊരു പാത്രം അങ്കിൾ കൊടുത്തു. കഴിച്ചത് എല്ലാം ആ പ്ലേറ്റിലായിരുന്നു. എനിക്ക് വയറ് ഫുള്ളായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് അപ്പയുടെ നാട്ടിലുള്ള പള്ളിയിലാണ്. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും ഈ പള്ളിയിൽ പോവാറുണ്ട്. ചോറ് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ചോറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഈ പള്ളിയിൽ വരുന്നത്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി പോവാൻ സമയത്ത് ചോട്ടുവാണെങ്കിൽ അവിടെ കിടന്ന് കളിയായിരുന്നു. പിന്നെ അപ്പ പറഞ്ഞ് കുറച്ച് നേരം കളിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാന്ന്. ചോട്ടുവാണെങ്കിൽ അകത്തും പുറത്തും ഇങ്ങനെ ഓടി കളിക്കുക. ഞാൻ പണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ഗ്രൗണ്ടൊക്കെ ആക്കിയതും ബബിൾസൊക്കെ ഇട്ടതും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി ഇറാനിയന് ഫുഡും വാങ്ങിച്ച് പിന്നെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ വരാമേ. ബൈ.